കാലത്തെ ആഗ്രഹത്തിന് ശേഷം ഞാൻ ചേച്ചും കൂടെ വീട്ടിലൊന്ന് പാസ്ത ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് തക്കാളി, ഉള്ളി, ക്യാപ്സിക്കം, ക്യാരറ്റാണ് വേണ്ടത്. അതറിയുമ്പോഴേക്കും നമ്മൾ മക്രോണി ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. വെള്ളത്തിലേക്ക് കുറച്ച് ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ചേച്ചി നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വലിയൊരു പീസ് ബട്ടർ ഇട്ടിട്ട് പാനിലൊന്ന് നല്ലപോലെ സെറ്റാക്കി കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഒന്ന് ആകുമ്പോഴേക്കും ക്യാരറ്റും ഉള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ മക്രോണി വെന്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വെച്ച വെജിറ്റബിൾസ് സെറ്റ് ആകുമ്പോഴേക്കും തക്കാളി ഇട്ട് കൊടുത്ത് വേവിക്കാം. അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ മാറ്റി വെക്കാം. വീണ്ടും വലിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് 3 സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മൈദ നല്ലപോലെ വേവണം. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ കുറച്ച് പാലായിട്ട് ഒഴിച്ചു കൊടുക്കണം. എല്ലാ പാലും കൂടെ ഒപ്പൊഴിക്കരുത്. കുറച്ച് പാലായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച വെജിറ്റബിൾസും നമ്മൾ മക്രോണും കൂടെ ഒന്ന് ഇട്ട് ഇളക്കിയാൽ നമ്മളെ റെസിപ്പി റെഡിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.